그러면 왼쪽부터 왼쪽부터 경례를 자, 정면보 한 번만 더 할게요. 정면보 한 번만 더. അവസാന കാത്തിരിപ്പിനൊടുവില് ആ വെളിച്ചങ്ങട് വീശി. കുറെ നാളായി BTS ആരാധകർ ഇതിനു വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ജിമ്മനും ജുങ്കോക്കും ഇവർ രണ്ടുപേരും നിർബന്ധിത സൈനിക സേവനത്തിന് വേണ്ടിയിട്ട് ദക്ഷിണ കൊറിയയിൽ പോയിണ്ടായിരുന്നു. അവർ ദക്ഷിണ കൊറിയക്കാരാണ്. പക്ഷെ അവിടെ ഒരു നിയമമുണ്ട്. അവിടെ ജനിക്കുന്ന എല്ലാ പൗരന്മാരും 5 വർഷത്തോളം നിർബന്ധിത സൈനിക സേവനം അനുഷ്ഠിച്ചിരിക്കണം എന്നുള്ള ഒരു നിയമമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരികയാണ്. 군대가 사실 처음이었는데 사실 되게 쉽지는 않은 곳이었던 것 같습니다. 군대라는 곳이 만나가지고 되게 가본 적도 없지만 굉장히 힘들고 쉽지 않은 곳이었지만 같이 고생하고 밥 먹고 밖에서 잠도 자고 하면서 정도 굉장히 많이 들었었고요. 되게 많은 일들이 있었는데 이번에 이제 차차 저희가 정리를 해서 재밌게 라이브에서 좀 풀어드리려고 하겠습니다. 되게 감사한 추억들 가슴에 안고 오랫동안 같이 하도록 하겠습니다. 특별히 마지막으로 한 말씀만 드리자면은 이제 국민 여러분에게 답이 말씀드리자면은 저희가 군대를 와보니까 되게 쉽지 않은 곳이었던 것 같아요. 옆에 고생하시는 분들도 너무 많고 해서 혹시 괜찮으시면은 길 지나가다가 군인분들 한번 보게 되시면은 가볍게라도 따뜻한 말이라도 해주시면 너무 영광일 것 같습니다. 추가로 못다한 얘기는 라이브에서 2023 ഡിസംബർ 12-നാണ് ഇവർ ഈ യാത്ര ആരംഭിച്ചത്. അവരുടെ സൈനിക സേവനം ഭംഗിയായിട്ട് നിറവേറ്റി. അവർ വെറുതെ സേവനം ചെയ്തു എന്നല്ല, ആ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു അർപ്പണബോധം അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ ആരാധകർ പറഞ്ഞു സൈനിക സേവനം വേണ്ട, നിർത്തൂ എന്നൊക്കെ. പക്ഷെ അത് ആ രാജ്യത്തിൻ്റെ ഒരു നിയമമാണ്. അതുകൊണ്ട് മാത്രം അവരനുസരിക്കുകയല്ല ചെയ്തത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തന്നെയാണ് വലുത് എന്ന് പറഞ്ഞിട്ട് അവർ ആ സൈനിക സേവനം നന്നായിട്ട് അനുഷ്ഠിച്ചു. ഒരു സോഷ്യൽ മീഡിയയിൽ വന്നില്ല, ഒന്നും വന്നില്ല. ഫുൾ അവർ ബ്ലോക്ക് ചെയ്ത് അവരുടെ ഡ്യൂട്ടി മാത്രം ചെയ്തു. ജിമ്മിങ് കിച്ചണിലും ജുങ്കോക്ക് ഗാർഡനിങ്ങിലും ആയിരുന്നു ആക്ച്വലി അവർക്ക് ജോലി ഉണ്ടായിരുന്നത്. അവർ നന്നായിട്ട് തന്നെ ആ സർവീസ് ചെയ്തിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്.
ഇപ്പോഴും ആർമി കുടുംബം ഒരേ മനസ്സോടെ എല്ലാവരും പറയുന്നുണ്ട്, വെൽക്കം ബാക്ക് ജിമ്മിൻ, വെൽക്കം ബാക്ക് ജുങ്കോക്ക്, വെൽക്കം ബാക്ക് BTS. നമുക്ക്